7 ഉത്സവങ്ങൾ. ഒന്ന് പെസഹായുടെ ഉത്സവം. So there are 7 celebrations of Israel, and the first one was the feast of the Passover. രണ്ടാമത്തെ ഉത്സവം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവം. The next feast was a feast of the unleavened bread. മൂന്നാമത്തെ ഉത്സവം ആദ്യ ഫലപ്പെരുന്നാൾ ഉത്സവം. The third celebration for Israel was the feast of the first fruits. നാലാമത്തെ അവരുടെ ഉത്സവം കാഹളപ്പെരുന്നാൾ. And the next one was the feast of the trumpets. അഞ്ചാമത്തെ അവരുടെ ഉത്സവം പാപ പരിഹാര പെരുന്നാൾ. Festival was called the festival of atonement. അടുത്തതാണ് പെന്തക്കോസ്തിന്റെ ഉത്സവം. And the next one was the festival of Pentecost. അടുത്തതാണ് കൂടാര പെരുന്നാൾ. And the next one was the feast of the tabernacles. പെസഹ പെരുന്നാൾ. The first festival was the festival of the Passover. ഇതാണ് അവരുടെ വർഷത്തിന്റെ ആദ്യ മാസം. And this was held in the first month of their year. ഇതെങ്ങനെ ഉണ്ടായെന്നറിയാമോ? And how did it happen? ഈജിപ്തിലായിരുന്നു 400 വർഷം. And they were in Egypt in captivity for 400 years. ദൈവം അവരെ അവിടുന്ന് പുറത്തു കൊണ്ടുവന്നു. God brought them out of captivity. എങ്ങനെ പുറത്തു കൊണ്ടുവന്നു? How were they brought out? ആ ഇസ്രായേൽ മക്കൾ താമസിച്ച ഇടത്ത് കടിഞ്ഞൂൽ സംഹാരകൻ വന്നപ്പോൾ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, ഒരു തുള്ളി രക്തം കട്ടടപ്പടിമേലും കുറുമ്പടിമേലും പുരട്ടണം. മരണദൂതൻ അതുവഴി വരുമ്പോൾ രക്തം കാണുമ്പോൾ അവർ നിന്നെ വിട്ടുമാറും. അവിടെ നിന്ന് നിനക്കൊരു പുറപ്പാടുണ്ടാകും. And the Lord said, take a lamb and sacrifice it, and take the blood and apply it on the mantle of the doorstep, and the destroying angel shall pass and will not touch you. അങ്ങനെ അവർ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നു. And they were brought by the blood of the Passover lamb out of Egypt. അത് അവരുടെ വർഷത്തിന്റെ ആദ്യ മാസമായി മാറി. And this became the first month of the Jewish calendar. ഒരു പക്ഷേ കണ്ണുനീരിന്റെ ഇടമാകേണ്ടത് ഉത്സവത്തിന്റെ താഴ്വരയായി മാറി. That was going to be a valley of tears, and it became a mountain of celebration. അതേ വാക്ക് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. കണ്ണുനീരിന്റെ എല്ലാ മണ്ഡലങ്ങളും ഉത്സവത്തിന്റെ താഴ്വരയായി മാറാൻ പോകുന്നു. Every valley of tears turned into a mountain of celebration. ഇവർക്കുള്ള രണ്ടാമത്തെ ഉത്സവമാണ് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. The second festival of the Jews was called the feast of unleavened bread. അത് ഭയങ്കരമാണ്. And this is a very significant. അവരെല്ലാം കൂടെ ഒരു സ്ഥലത്ത് കൂടും. And they all come together on a Sabbath. അവരുടെ വീട്ടിൽ നിന്ന് പുളിപ്പിനെ എടുത്ത് കളയും. And they remove the leaven from their house. അവര് പറയുകയാണ്, ഞങ്ങൾക്ക് ദൈവമുള്ളതുകൊണ്ട് ഒരു അശുദ്ധിയും എൻ്റെ വീട്ടിനകത്ത് വേണ്ട. By that they are declaring, because God is with us, no impurity will be in our house. 24 മണിക്കൂർ അവർ അവിടെ ഇരുന്ന് സ്തുതിച്ച് പാടി പ്രാർത്ഥിച്ച് ദൈവവചനം കേട്ട് സന്തോഷിക്കും. 24 hours they'll sit in the presence of the Lord, read the word of God, worship together in fellowship. അതാണ് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. And this is the feast of the unleavened bread. മൂന്നാമത്തെ പെരുന്നാളാണ് ആദ്യ ഫല പെരുന്നാൾ. The third festival of the Jews is called the feast of the first fruits. അവർക്ക് ദൈവം കൃഷി ചെയ്യാൻ കൊടുത്ത നന്മകളിൽ നിന്ന് അവർക്ക് കിട്ടിയ ഫലത്തിൽ നിന്ന് ആദ്യത്തെ ഫലം ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്ന ഒരു ഉത്സവമാണ്. This is a celebration where they bring the first fruit of all their harvest. നാലാമത്തെ ഉത്സവമാണ് പെന്തക്കോസ്. The fourth festival of the Jews is called the festival of Pentecost. അത് കൊയ്ത്തുമായി ബന്ധപ്പെട്ട മറ്റൊരു ഉത്സവമാണ്. This is another festival related to harvest. അത് കഴിഞ്ഞ 4 മാസം ഒരു ഇടവേളയാണ്. And after that there is a 4-month interval. അവർ അവരുടെ ജോലി ചെയ്യും, അവരുടെ മേഖലകളിൽ അവർ വ്യാപൃതരായിരിക്കും. And they go back to their work in those 4 months. എന്നാൽ അടുത്ത ഉത്സവമാണ് കാഹളത്തിന്റെ ഉത്സവം. And the next celebration is called the feast of the trumpets. പെട്ടെന്ന് അവർ കാഹളത്തിന്റെ ശബ്ദം കേൾക്കും. Suddenly after 4 months they hear the sound of trumpets. അവർ ഇരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി മേഖലയിൽ നിന്ന് അവർ ഓടി കാഹളം കേട്ട ഇടത്തോട്ട് വരും. And as they hear the sound of the trumpets, they drop their work and come to the place from where the trumpet was resounded. അവർ ഒരുമിച്ച് അവിടെ കൂടും. And they come together there when the trumpets. അതാണ് കാഹളത്തിന്റെ ഉത്സവം. And that is called the festival of trumpets. അത് കഴിഞ്ഞ ആറാമത്തെ ഉത്സവമാണ് പാപ പരിഹാര പെരുന്നാൾ. And the next 6th festival is called the feast of atonement. അവരുടെ സകല പാപങ്ങൾക്കും വേണ്ടി
വലിയൊരു യാഗം കഴിച്ച് അവർ അതിനെ ആഘോഷിക്കും. And for all the sins they have done, they offer a burnt offering and they repent and turn to God. എല്ലാവരും പറഞ്ഞാട്ടെ, പാപ പരിഹാര പെരുന്നാൾ. Come on, everybody say that, the feast of atonement. ഏഴാമത്തെ അവരുടെ പ്രധാനപ്പെട്ട ഉത്സവമാണ് കൂടാര പെരുന്നാൾ. And the seventh celebration is called the Feast of Tabernacles. എന്താണ് കൂടാര പെരുന്നാൾ? What is the Feast of Tabernacles? അവർ താമസിക്കുന്ന വീടുകളിൽ നിന്ന് അവർ പുറത്തേക്ക് ഇറങ്ങും. All the people from their houses, they will come outside. അവർക്ക് വീട്ടിൽ താമസിക്കുമ്പോൾ നല്ല സൗകര്യങ്ങളുണ്ട്. There are many provisions in the house. എന്നാൽ അവർ അതിനകത്തുനിന്ന് പുറത്തേക്ക് വരും. But they come out of their comfort zone. പുറത്തോട്ട് വന്നിട്ട് And after they come out, അവരവിടെ വീടിന്റെ മുറ്റത്ത് ഒരു കൂടാരമുണ്ടാക്കും. and they will make a tabernacle in their corridor. ലേവ്യ പുസ്തകം 23:41 മുതലുള്ള വാക്യങ്ങളിൽ പറയുകയാണ്, Leviticus 23 and 41 onwards it says, അവര് അങ്ങനെ മുറ്റത്ത് കൂടാരമുണ്ടാക്കും. and they come outside and they build a tabernacle. ആ കൂടാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ബൈബിൾ പറയുന്നു. The Bible shows us how they build the tabernacle. നെഹമ്യാവ് 8:15 അവർ പറയുന്നത് കൂടാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. Nehemiah chapter 8 and verse 15 shows us how they build the tabernacle. കൂടാരങ്ങൾ ഉണ്ടാക്കേണ്ടതിന് നിങ്ങൾ മലയിൽ ചെന്ന് ഒലിവ് കൊമ്പ്, കാട്ടൊലിവ് കൊമ്പ്, കൊഴുന്തിന്റെ കൊമ്പ്, ഈന്തമടൽ, തഴച്ച വൃക്ഷങ്ങളുടെ കൊമ്പ് എന്നിവ കൊണ്ടുവരും. And they will go up to the mountain and they will bring branches of olive trees and certain other trees. എന്നിട്ട് കൊച്ചുനാളിൽ കുഞ്ഞുങ്ങളൊക്കെ വീടുണ്ടാക്കുന്നത് പോലെ ചെറിയ കൂടാരം ഉണ്ടാക്കും. And like children make houses with their Lego toys, they build a house at the corridor. അപ്പനും മക്കളും അമ്മയും എല്ലാം കൂടെ അതിന്റെ കീഴിലിരിക്കും. And all the father, mother and children will sit under the tabernacle. ആ ചെറിയ കാറ്റും ചൂടും ഒക്കെ കൊണ്ട് അവർ അങ്ങനെ അവിടെ ഇരിക്കും. And they will enjoy the warm breeze and they will sit just like it is displayed on the അവർക്ക് screen. ഭയങ്കര സന്തോഷമാണ്. And it is a time of rejoicing. അവർ അപ്പനോടും അമ്മയോടും ചോദിക്കും, And at that time the children will ask the parents, എന്തിനാണ് മുറിയിൽ നിന്ന് നമ്മൾ താഴോട്ട് വന്നത്? why did we come out of our comfort places outside into this tent? എന്തിനാണ് ഇവിടെ വന്ന് കിടക്കുന്നത്? Why are we under this makeshift tabernacle? അപ്പൻ അവരോട് പറയും, So the father will say, നിങ്ങൾക്കറിയാമോ, do you know നമ്മൾ സേവിക്കുന്ന ദൈവം, the God we serve, നമ്മുടെ അപ്പച്ചന്മാരെ our ancestors, 40 വർഷം മരുഭൂമിയിൽ ഇതുപോലെ നടത്തി. 40 years God sustained our fathers in the wilderness. അവർക്ക് AC ഇല്ലായിരുന്നു, There was no AC then, അവർക്ക് ഫാൻ ഇല്ലായിരുന്നു. there was no fan then. എന്നാൽ ദൈവം അഗ്നി സ്തംഭമായി അവരുടെ കൂടെ ഇരുന്നു. God became a pillar of fire and pillar of cloud for them. അവർക്ക് മേഘസ്തംഭമായി ദൈവം അവരുടെ കൂടെ ഇരുന്നു. And he was a pillar of cloud for them. അതിനെ നമ്മൾ ആഘോഷിക്കുകയാണ്. We are celebrating that occasion. നമ്മുടെ അപ്പച്ചന്മാർക്ക് അത് വേദനയായിരുന്നു. It was a trial for our ancestors. അവർ മരുഭൂമിയിലൂടെ നടന്നത് അവർക്കൊരു പ്രയാസമായിരിക്കും. It was a difficult journey in the wilderness for our ancestors. നിങ്ങൾ പാടിയിട്ടില്ലേ, മരുഭൂയാത്രയാതി കഠിനം. We sing this song and say, പ്രതികൂലങ്ങൾ അനുനിമിഷം, പകൽ മേഘസ്തംഭം, രാത്രിയാഗ്നിതൂണ എന്നെ അനുദിന വഴി നടത്തും. അപ്പം ആ പ്രശ്നങ്ങളുടെ അകത്തൂടെ അവര് കടന്നുപോയതിനെ ഓർക്കുന്നതാണ് കൂടാര പെരുന്നാൾ. they remember the challenges the ancestors faced while walking 40 years in the wilderness. അവർ 7 ദിവസം അങ്ങനെ പാർക്കും. They dwell in that makeshift tabernacle for 7 days. പിന്നത്തേതിൽ അതൊരു ഉത്സവമായി മാറി. And the 8th day became a celebration. അവർ അതിനെ ആഘോഷിക്കാൻ തുടങ്ങി. And they began to celebrate this occasion. ഏഴാമത്തെ ദിവസം On the 7th day, അവരുടെ പ്രധാനപ്പെട്ട പുരോഹിതൻ and the high priest ശീലോഹം കുളത്തിൽ നിന്ന് from the pool of Shiloh, ഒരു പാത്രത്തിനകത്ത് വെള്ളമെടുക്കും. he will take some water from the pool of Shiloh എന്നിട്ട് ആലയത്തിലേക്ക് കൊണ്ടുവരും. and he will bring it to the temple അത് ഒഴിക്കും. and he'll pour it in the temple. ഒന്നാം ദിവസം, And that day, രണ്ടാം ദിവസം, second day, മൂന്നാം ദിവസം, the third day, നാലാം ദിവസം, the fourth day, അഞ്ചാം ദിവസം, the fifth day, ആറാം ദിവസം the sixth day, അവരത് ചെയ്യും. he will do the same. ആളുകൾ ചോദിക്കും, ഇതെന്തിനാണ് ചെയ്യുന്നത്? So when they ask, why are you doing this? അപ്പോൾ അവർ മറുപടി പറയും, And the high priest will reply, 30 ലക്ഷം പേർ
30 lakh people. മരുഭൂമിയിലൂടെ പോയപ്പോൾ When they were traveling in the journey in the wilderness, തീക്കൽ പാറയ്ക്കകത്തുനിന്ന് ഇതുപോലെ ദൈവം വെള്ളം പുറപ്പെടുവിച്ചു. God opened the rock and gave them water to drink. നമ്മളെ നടത്താൻ ആരുമില്ലായിരുന്നു, Nobody was there to guide us. നമ്മളെ കരുതാൻ ആരുമില്ലായിരുന്നു. Nobody was there to wash us. എന്നാൽ ദൈവം വിശ്വസനായിരുന്നു. But God was faithful. ഏഴാം ദിവസം 7 പ്രാവശ്യം പാത്രത്തിൽ വെള്ളം കോരി ഒഴിക്കും. Seventh day, the high priest pours the water 7 times in the temple. 2000 വർഷങ്ങൾക്ക് മുമ്പ് 2000 years ago, യേശു യെരൂശലേം ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ Jesus stood in the great day of the feast and said, പുരോഹിതൻ പാത്രത്തിൽ വെള്ളം കോരാനായി ശീലോഹിലേക്ക് പോയപ്പോൾ, just like how the high priest went to Shiloh to bring water, ഉത്സവത്തിന്റെ ഒടുക്കത്തെ ദിവസം യേശു നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, Jesus cried in the last day of the feast and said, കൂടാര പെരുന്നാളിന്റെ ഒടുക്കത്തെ നാളിൽ സകല ജനവും കാണുക യേശു നിന്നുകൊണ്ട് പറയുകയാണ്, തന്റെ പുരോഹിതൻ പാത്രത്തിൽ വെള്ളം കോരാൻ പോയിട്ടുണ്ട്, പക്ഷെ ഞാനോ നിങ്ങളോട് പറയുന്നു, ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ അടുക്കൽ വരുവേ. on the last day of the feast, just like how the high priest took the water from the pool of Shiloh, he stood up and said, if anyone is thirsty, let him come to me and drink. ഉത്സവത്തിന്റെ മഹാദിനമായ The last day of the feast, ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, the last day he stood up and said, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് if കുടിക്കട്ടെ. anyone is thirsty, let him come to me and drink. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് Come on. തിരുവെഴുത്ത് പറയുന്നത് പോലെ, As the scripture has said, out of his belly shall flow rivers of living water. ജീവജലത്തിന്റെ ഡ്രോപ്പ് അല്ല, ജീവജലത്തിന്റെ കണികയല്ല. വിശ്വസിക്കാൻ ഒരുത്തൻ ഇന്ന് പകൽ തയ്യാറായാൽ അവന്റെ ഉള്ളിൽ നിന്നും നദികൾ പുറപ്പെടും. If you believe, it is not a drop, it is not a mug. If you believe, rivers of living water shall flow out of your belly. ശീലോഹാം കുളത്തിൽ നിന്ന് 7 പ്രാവശ്യം 7 times from the pool of Shiloh, സ്വർണ്ണപാത്രത്തിനകത്ത് വെള്ളം കോരി the high priest takes water in the golden vessel. ആ സ്ഥലത്തൊഴിക്കുന്നത് നോക്കിക്കൊണ്ട് നിന്ന സർവശക്തൻ, The Father who saw the water being poured out in the holy place, Almighty God, the Almighty God, Son of God, the Son of God, Lion of Judah, Lion of Judah. യേശു നിന്നോണ്ട് പറയുകയാണ്, Jesus is saying, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. he who believes in me, out of his belly shall flow rivers of living water. ആരാ പറഞ്ഞ നീ മുടിയുമെന്ന്? ആരാ പറഞ്ഞ നിന്റെ തലമുറ മുടിയുമെന്ന്? ആരാ പറഞ്ഞ നിന്റെ കുടുംബം തകർന്നു പോകുമെന്ന്? ആരാ പറഞ്ഞ നീ ദേശത്ത് നശിക്കുമെന്ന്? ഇന്ന് പകൽ ഞാൻ നിന്നോട് പറയുന്നു, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുക. He who believes in me, rivers of living water shall flow out of his belly.